ഞാനിപ്പോഴും പഠിച്ചുകൊണ്ടിരിക്കുന്നതുകൊണ്ട് എൻ്റെ പഠനത്തെ പലപ്പോഴും ഫൈനാൻസ് ചെയ്യുന്നതിനും എന്നെ എക്സാം സെന്ററിൽ പലയിടത്തും കൊണ്ടുവിടുന്നതിനും ഒക്കെ എൻ്റെ മകനും മകളും എനിക്ക് ടിക്കറ്റ് ബുക്ക് ചെയ്ത് തരിക, മറ്റു കാര്യങ്ങളിലും ഫൈനാൻസ് ചെയ്യുന്നതിലും ഒക്കെ അവരുടെ പ്രോത്സാഹനവും ഉണ്ടായിരുന്നു. ദൈവത്തിന് സ്തുതി. ഞാൻ മാർത്തോമാ സഭയിലെ ഒരു വൈദികനാണ്. എൻ്റെ പേര് ഫാദർ എം എബ്രഹാം. എൻ്റെ സ്വദേശം നിലമ്പൂർ കരുളായി എന്ന് പറഞ്ഞ സ്ഥലത്താണ്. ഞങ്ങൾ കുടിയേറ്റക്കാരാണ്. ഒരു 72 വർഷം മുമ്പേ അവിടേക്ക് കുടിയേറിയതാണ്. സ്കൂൾ വിദ്യാഭ്യാസമൊക്കെ അവിടെ തന്നെയാണ് നിർവഹിച്ചത്. അന്ന് പരിമിതമായ സാഹചര്യത്തിലാണ് പഠനങ്ങളൊക്കെ നടത്തിയത്. 10 കിലോമീറ്ററോളം ദൂരം നടന്നാണ് സ്കൂളിൽ പോയത്. 5ാം ക്ലാസ് മുതൽ 10ാം ക്ലാസ് വരെ. അങ്ങനെ ഒരു ദിവസം 20 കിലോമീറ്റർ നടക്കണമായിരുന്നു സ്കൂളിൽ പോകണമെങ്കിൽ. ചുങ്കത്തറയിലാണ് സ്കൂളിൽ പഠിച്ചത്. അതിനുശേഷം മമ്പാട് MES കോളേജിലാണ് ഞാൻ ആദ്യത്തെ ഡിഗ്രി എടുത്തത്, BCom ഡിഗ്രി എടുത്തത്. അതിനുശേഷം മാർത്തോമാ വൈദിക സെമിനാരിയിൽ പഠിച്ച് 1981 BD ബിരുദം നേടി വൈദികനായി. അതിനുശേഷം മാർത്തോമാ സഭയുടെ പുനലൂർ, പത്തനാപുരം, ചെങ്ങന്നൂർ, മാവേലിക്കര തുടങ്ങിയ സ്ഥലങ്ങളിലെ ഇടവകളിലെ സേവനം ചെയ്തു. അതിനുശേഷം ഉപരിപഠനത്തിന് വേണ്ടി ഞാൻ ഡൽഹിയിലേക്ക് പോയി. ഡൽഹിയിലെ ജാമിയ മില്ലിയ ഇസ്ലാമിയ യൂണിവേഴ്സിറ്റിയിലെ MA ഇസ്ലാമിക് സ്റ്റഡീസിന് ചേർന്നു. മാർത്തോമാ സഭയിലെ മെത്രാപ്പൊലീത്തയായിരുന്ന ക്രിസോസ്റ്റം മാർത്തോമാ മെത്രാപ്പൊലീത്തയാണ് എന്നെ ഇസ്ലാമിക് സ്റ്റഡീസിലെ ഉപരിപഠനം നടത്തണം എന്ന് ആവശ്യപ്പെട്ടത്. അങ്ങനെ അവിടെ നിന്ന് MA ഇസ്ലാമിക് സ്റ്റഡീസിലെ ബിരുദം നേടി. അതിനുശേഷം അവിടെ തന്നെ ഇസ്ലാമിക് സ്റ്റഡീസിലെ PhD ബിരുദം നേടി. അതിന് ഡൽഹിയിലെ എൻ്റെ താമസം, അതുപോലെ എൻ്റെ സ്കോളർഷിപ്പ് എല്ലാം ക്രമീകരിച്ചത് മാർത്തോമാ മെത്രാപ്പൊലീത്തയായിരുന്ന ജോസഫ് മാർത്തോമായാണ് അതെല്ലാം ക്രമീകരിച്ചത്. അതിനുശേഷം ഞാൻ ഏകദേശം 15 വർഷത്തോളം ഹൈദരാബാദിലെ ഹെൻറി മാർട്ടിൻ ഇൻസ്റ്റിറ്റ്യൂട്ടിലെ പ്രൊഫസറായും അസോസിയേറ്റ് ഡയറക്ടറായും രജിസ്ട്രാറായിട്ടും സേവനമനുഷ്ഠിച്ചു. ആ സമയത്ത് സറാംപൂർ അഫിലിയേറ്റ് ചെയ്ത ഇൻസ്റ്റിറ്റ്യൂട്ടിലെ മാസ്റ്റേഴ്സ് ബിരുദത്തിന് വരുന്ന കുട്ടികളെ പഠിപ്പിക്കുകയും PhD തീസിസ് ഗൈഡ് ചെയ്യുകയും ഒക്കെ ചെയ്തു. തുടർന്ന് പല ഡിഗ്രികളും തുടർന്ന് വീണ്ടും എടുക്കുന്നതിന് എനിക്ക് അവസരം ലഭിച്ചു പഠിക്കുന്നതിന് വേണ്ടി. MA ഫിലോസഫി ഞാൻ എടുത്തു. അതിനുശേഷം MA ഹിസ്റ്ററി എടുത്തു. തുടർന്ന് ലോയിൽ ഡിഗ്രി എടുക്കണമെന്നുള്ള ആഗ്രഹം എനിക്കുണ്ടായിരുന്നു. അങ്ങനെ ഉസ്മാനിയ യൂണിവേഴ്സിറ്റിയിൽ നിന്ന് LLB ബിരുദം നേടി. അതിനുശേഷം LLM നേടി. ഇന്റലക്ച്വൽ പ്രോപ്പർട്ടി റൈറ്റ്സിലെ IPR എടുത്ത് LLM ബിരുദവും നേടി. അതിനുശേഷം ഓൾ ഇന്ത്യ ബാർ കൗൺസിൽ എക്സാം ഞാൻ എഴുതി, അതും പാസ്സായി. അതിനുശേഷം റിട്ടയർ ചെയ്ത് ഇവിടെ വന്നു. റിട്ടയർ ചെയ്ത് വന്നു കഴിഞ്ഞ് ലോ പ്രാക്ടീസ് ചെയ്യണമെന്ന് ആഗ്രഹം തോന്നി. കൊമേഴ്ഷ്യൽ ഇൻട്രസ്റ്റ് അല്ല അതിനകത്തുള്ളത്. സാധാരണക്കാരായ ആളുകളെ സഹായിക്കുന്നതിന് ഒരവസരമാകുമല്ലോ എന്ന് വിചാരിച്ച് ലോ പ്രാക്ടീസ് ചെയ്യാൻ വേണ്ടി എൻറോൾ ചെയ്തു. കേരള ബാർ കൗൺസിലിൽ എൻറോൾ ചെയ്ത് 2025 ജൂൺ 1 തീയതിയാണ് എൻറോൾ ചെയ്തത്. കോട്ടയത്തുള്ള അഡ്വക്കേറ്റ് സജി കോടോത്തിന്റെ ലോ ഫേമിലാണ് ഞാൻ ജോയിൻ ചെയ്തത്. അഡ്വക്കേറ്റ് PV ചെറിയാനാണ് എൻ്റെ സീനിയർ അഡ്വക്കേറ്റ്. ഞാൻ 69ാമത്തെ വയസ്സിലാണ് LLB ബിരുദം എടുത്തത്. 71ാമത്തെ വയസ്സിലാണ് LLM ബിരുദം കംപ്ലീറ്റ് ചെയ്ത് ഇപ്പോൾ എൻറോൾ ചെയ്തിരിക്കുന്നത്. ടീച്ചിങ്ങിന് വേണ്ടി എനിക്ക് ധാരാളം അവസരങ്ങൾ ലഭിച്ചു. കുടുംബത്തിൽ നിന്നും അതുപോലെ തന്നെ സ്നേഹിതരിൽ നിന്നും ഒക്കെ വളരെയധികം സപ്പോർട്ടും എൻകറേജ്മെൻറ്റും ഒക്കെ എനിക്ക് എൻ്റെ പഠനത്തിലുടനീളം ലഭിച്ചിരുന്നു. അങ്ങനെയാണ് ഇപ്പോൾ റിട്ടയർ ചെയ്ത് കഴിഞ്ഞിട്ട് ലോ പ്രാക്ടീസ് ചെയ്യാൻ വേണ്ടി തീരുമാനിച്ചത്. അച്ഛന് ലഭിച്ച എല്ലാ നേട്ടങ്ങളിലും വളരെയധികം അഭിമാനവും സന്തോഷവും എനിക്കുണ്ട്. അച്ഛൻ നേടിയതെല്ലാം വളരെ കഠിനാധ്വാനത്തിലൂടെയാണ് എന്ന് എനിക്ക് നന്നായി അറിയാം. കാരണം അച്ഛനെ
അത്രമാത്രം അടുത്തറിഞ്ഞ ഒരു വ്യക്തിയെന്ന നിലയിൽ ഓരോന്നും അച്ഛൻ വളരെയധികം കഠിനാധ്വാനം അതിൻ്റെ പുറകിലുള്ളതായിട്ട് എനിക്ക് മനസ്സിലായിട്ടുണ്ട്. ഇപ്പോഴും അച്ഛൻ വളരെ ആക്റ്റീവാണ്. ഇപ്പോഴും കൂടുതൽ പഠിക്കണമെന്നും കൂടുതൽ നേട്ടങ്ങൾ കൈവരിക്കണമെന്നും അത് സമൂഹത്തിന് പ്രയോജനകരമായ രീതിയിൽ ചെയ്യണമെന്നും ഒക്കെ വളരെയധികം ആഗ്രഹിക്കുന്ന ഒരു വ്യക്തിയും അതിനുവേണ്ടി എത്രമാത്രം പരിശ്രമിക്കുവാനും യാതൊരു മടിയും ഇല്ലാത്ത ഒരു വ്യക്തിയാണ്. എൻ്റെ പഠനത്തിലുടനീളം പല സ്ട്രഗിൾസ് ഉണ്ടായിരുന്നു. ഞാൻ LLBക്കും LLMനും ഒക്കെ അഡ്മിഷൻ ലഭിച്ചത് കോമൺ എൻട്രൻസിൽ കൂടെയാണ് എനിക്ക് അഡ്മിഷൻ ലഭിച്ചത്. അപ്പോൾ അത്രമാത്രം എത്ര കഷ്ടപ്പെട്ടാണെങ്കിലും ഈ ബിരുദങ്ങൾ നേടണം, ഡിഗ്രികൾ നേടണം എന്നുള്ള ലക്ഷ്യത്തോടു കൂടെയാണ് ഞാൻ അത് എല്ലാം പൂർത്തിയാക്കിയത്. 3 ബിരുദങ്ങളും 4 മാസ്റ്റർ ബിരുദങ്ങളും ഒരു PhDയും എടുക്കാൻ എനിക്ക് അവസരങ്ങൾ ലഭിച്ചു. അതിനുശേഷം ടീച്ചിങ്ങിൽ ഏകദേശം 30 വർഷത്തോളം ഞാൻ ടീച്ചിങ്ങിലായിരുന്നു. ഞാൻ പഠിപ്പിച്ചത് മതങ്ങളെക്കുറിച്ചായിരുന്നു പഠിപ്പിച്ചിരുന്നത്. ഞാൻ PhD എടുത്തത് ഇസ്ലാമിക് സ്റ്റഡീസിലായിരുന്നു. കോട്ടയം മാർത്തോമ തിയോളജിക്കൽ സെമിനാരി, കോട്ടയം അപ്പോസ്റ്റലിക് സെമിനാരി, ഹൈദരാബാദിലെ ഹെൻറി മാർട്ടിൻ ഇൻസ്റ്റിറ്റ്യൂട്ട്, ബാംഗ്ലൂരിലെ UTC, ഇന്ത്യയിലെ വിവിധ കത്തോലിക്ക സെമിനാരികളിലും പ്രൊട്ടസ്റ്റന്റ് സെമിനാരികളിലും വിസിറ്റിംഗ് പ്രൊഫസറായിട്ട് പ്രവർത്തിക്കുവാനും എനിക്ക് അവസരം ലഭിച്ചു. ഞാൻ എൻ്റെ പഠനവും ടീച്ചിങ്ങും സംബന്ധിച്ച് ഒരു 20 വർഷത്തോളം കേരളത്തിന് പുറത്തായിരുന്നു. ഈ സമയത്തൊക്കെ എൻ്റെ കുടുംബം, എൻ്റെ സഹധർമ്മിണി ഇവിടെ റബ്ബർ ബോർഡിലെ ഉദ്യോഗസ്ഥയായിരുന്നു. അതുകൊണ്ട് കുടുംബം മാനേജ് ചെയ്തതും കുടുംബത്തിൻ്റെ ഉത്തരവാദിത്തങ്ങളെ നോക്കിയതും മക്കളുടെ വിദ്യാഭ്യാസവും ഒക്കെ എൻ്റെ വൈഫാണ് അതെല്ലാം ശ്രദ്ധിച്ചത്. അതുകൊണ്ടാണ് എനിക്ക് അവിടെ പ്രവർത്തിക്കുവാനും പഠിക്കുവാനും പഠിപ്പിക്കുവാനും ഒക്കെ സാധിച്ചത്. എനിക്ക് 2 മക്കളാണ്. ഇവരെ 2 പേരും, മകള് ജിൻഡാൽ യൂണിവേഴ്സിറ്റിയിലെ അസിസ്റ്റന്റ് പ്രൊഫസറാണ്. മകളുടെ ഭർത്താവും അവിടെ വർക്ക് ചെയ്യുന്നു. മകന് തിരുവനന്തപുരത്തെ സെന്റ് തോമസ് എഞ്ചിനീയറിംഗ് കോളേജിലെ അസിസ്റ്റന്റ് പ്രൊഫസറാണ്. മകന്റെ വൈഫും അവിടെ അധ്യാപികയാണ്, അവിടുത്തെ അസിസ്റ്റന്റ് പ്രൊഫസറാണ്. അച്ചാച്ചന് ഇപ്പം ഞാൻ ചെറുപ്പം മുതലേ പഠിത്തത്തിലൊക്കെ ഭയങ്കര സപ്പോർട്ട് ചെയ്തിട്ടുണ്ട് അച്ചാച്ചന്. അത് PhDക്കാണെങ്കിലും എൻ്റെ ആ റിസർച്ച് ഞാൻ ചെയ്യുന്നതിനോടൊപ്പം അച്ചാച്ചനും അതിനെ റിസർച്ച് ചെയ്തുകൊണ്ടിരിക്കും. അല്ലെങ്കിൽ ഇപ്പം ഞാൻ വിദേശത്താണ് PhD ചെയ്തത്. അപ്പം അത് നാട്ടിൽ വേണ്ട പുസ്തകങ്ങൾ അല്ലെങ്കിൽ എന്തെല്ലാം റിസർച്ച് ചെയ്യണോ അതിനെല്ലാം പൂർണ്ണ പിന്തുണയും അതിൻ്റെ എല്ലാ വർക്കും അച്ചാച്ചൻ തന്നെ പാരലായിട്ട് അതിൻ്റെ റിസർച്ച് ചെയ്യും, അഡ്വൈസ് ചെയ്യും, എല്ലാം ചെയ്തിട്ടുണ്ട്. അപ്പോൾ അത് അച്ചാച്ചൻ്റെ പഠനം എനിക്ക് എപ്പോഴും ഒരു പ്രചോദനമായിരുന്നു. അച്ചാച്ചൻ്റെ ആ സപ്പോർട്ടും അച്ചാച്ചൻ്റെ ആ പ്രോത്സാഹനവും എല്ലാം എന്നെ ഒരുപാട് ഹെൽപ്പ് ചെയ്തിട്ടുണ്ട്. അപ്പം എൻ്റെ പഠനത്തിലും അച്ചാച്ചനൊരു വലിയൊരു പങ്കുണ്ട്. അപ്പം ഞാൻ PhD ചെയ്തിപ്പം അധ്യാപനത്തിലാണ്. പക്ഷെ എൻ്റെ റിസർച്ച് ഇപ്പോഴും കണ്ടിന്യൂ ചെയ്തുകൊണ്ടിരിക്കുകയാണ്. അപ്പം അച്ചാച്ചൻ്റെ ഞങ്ങൾ ഒരുമിച്ച് പഠിക്കുന്ന പോലെയാണ്. പല സമയത്തും ഞങ്ങൾ ഒരേ കാര്യങ്ങൾ ചർച്ച ചെയ്യുകയും റിസർച്ച് ചെയ്യും. അപ്പം അച്ചാച്ചൻ ഇങ്ങനെ ഓരോന്ന് പഠിക്കുന്നത് ഞങ്ങൾക്കൊരു പുതുമയുള്ള കാര്യമല്ല. എപ്പോഴും അച്ചാച്ചൻ പഠിച്ചുകൊണ്ടേയിരിക്കുകയാണ്, വായിച്ചുകൊണ്ടിരിക്കുകയാണ്, എഴുതിക്കൊണ്ടേയിരിക്കുകയാണ്. അതൊരു പുതുമയുള്ള കാര്യമല്ല, പക്ഷെ വളരെ അഭിമാനകരമായ ഒരു നിമിഷമാണ്. ഞാൻ പഠിപ്പിച്ചിട്ടുള്ള വിദ്യാർത്ഥികളിലെ, പ്രത്യേകിച്ച് ഹൈദരാബാദിലെ പഠിപ്പിച്ചിട്ടുള്ള വിദ്യാർത്ഥികളിലെ 90% കേരളത്തിന് പുറത്തു നിന്നുള്ള വിദ്യാർത്ഥികളായിരുന്നു. അവരിൽ കൂടുതലും നോർത്ത് ഈസ്റ്റ് ഇന്ത്യയിൽ നിന്നുള്ള വിദ്യാർത്ഥികളായിരുന്നു. അങ്ങനെ അനേകം മറ്റ് ഭാഷകളിലും സംസ്കാരങ്ങളിലും പെട്ട അനേക വിദ്യാർത്ഥികളെ പഠിപ്പിക്കുവാൻ എനിക്ക് അവസരം ലഭിച്ചു.
അതുപോലെ ഞാൻ പഠിപ്പിച്ച അനേകം വിദ്യാർത്ഥികള് മാർത്തോമാ സഭയിലെ വൈദികരായിട്ടുണ്ട്, കത്തോലിക്ക സഭയിലെ വൈദികരായിട്ടുണ്ട്, മറ്റിതര ലൂഥറൻ സഭയിലെ, CSI സഭയിലെ, മെത്തഡിസ്റ്റ് സഭയിലെ ഒക്കെ ഇന്ത്യയുടെ പല ഭാഗങ്ങളിൽ അവരൊക്കെ വൈദികരായിട്ട് സേവനം ചെയ്യുന്നവരുണ്ട്. ഇടവകയിലായിരിക്കുമ്പോൾ ഈ പഠിക്കാൻ സാമർഥ്യമുള്ള കുട്ടികൾ അവര് സാമ്പത്തികമായിട്ട് വളരെ പിന്നോക്കമായിരിക്കും. അങ്ങനെയുള്ള കുഞ്ഞുങ്ങളെ കണ്ടെത്തി അവർക്ക് പഠിക്കുവാനുള്ള സാഹചര്യങ്ങൾ, അവർക്ക് അതിനുള്ള പണം നൽകി അവരെ പഠിപ്പിച്ച് അവര് പിന്നീട് അവര് നല്ല നിലയിൽ അവരുടെ പഠനത്തിനനുസരിച്ച് ജോലിയൊക്കെ കിട്ടുവാനും ഒക്കെ അച്ഛൻ സഹായിച്ചത് എനിക്ക് ഓർമ്മയുണ്ട്. അച്ഛന് വളരെയധികം നേട്ടങ്ങൾ, പഠന സംബന്ധമായിട്ട് നല്ല ബിരുദങ്ങളും ഒക്കെ സമ്പാദിക്കാൻ സാധിച്ചു. അതൊന്നും അച്ഛന് ഓപ്പർച്യൂണിറ്റീസ് അച്ഛൻ്റെ അടുത്തേക്ക് വന്ന് അവസരങ്ങൾ ലഭിച്ച് അങ്ങനെ നേടിയെടുത്തതല്ല. എല്ലാം അച്ഛൻ അങ്ങോട്ട് ചെന്ന് ആ അവസരങ്ങളെ തേടിപ്പിടിച്ച് കഠിനാധ്വാനത്തിലൂടെയാണ് അവയൊക്കെ നേടിയെടുത്തത്. പക്ഷെ ഒരിക്കലും തളരാത്ത ഒരു മനോധൈര്യം അദ്ദേഹത്തിന് എപ്പോഴും ഉള്ളതായിട്ട് എനിക്ക് മനസ്സിലായിട്ടുണ്ട്. അത് അച്ചാച്ചന് വക്കീലാകുക എന്നുള്ളത് പണ്ട് മുതലേ ഉള്ള ഒരു ആഗ്രഹമായിരുന്നു. അച്ഛന് ലോ പഠിക്കണം എന്നുള്ളത്. അത് റിട്ടയർ ചെയ്ത് കഴിഞ്ഞിട്ടാണ് അതിനുവേണ്ടി അതിനുള്ള സമയവും സാഹചര്യവും ഒത്തു വന്നത്. അതിന് നന്നായിട്ട് കഠിനാധ്വാനം ചെയ്താണ് അച്ഛൻ അത് ഓരോ വിഷയവും പാസ്സാകുകയും പിന്നെ LLM-ന് പോവുകയും ഇപ്പം വക്കീലായിട്ട് ഇപ്പം പ്രാക്ടീസ് ചെയ്യാനും തുടങ്ങിയത്. അപ്പം അതൊരു വലിയൊരു ഇപ്പം റിട്ടയർ കഴിഞ്ഞിട്ടും വെറുതെ ഇരിക്കാതെ ഇപ്പൊ എന്തേലും സമൂഹത്തിന് വേണ്ടി ചെയ്യാന്നുള്ള ഒരു ആഗ്രഹത്തോടു കൂടിയാണ് ഇപ്പൊ ഇതെല്ലാം പൂർത്തിയായത്. അതും അതിന് പുറകിൽ ഒരുപാട് കഠിനാധ്വാനവും ഡിറ്റർമിനേഷനും എല്ലാം ഉണ്ട്. അപ്പൊ അതും ഒരു വലിയൊരു മുതൽക്കൂട്ടായിട്ട് കാണും. എൻ്റെ മക്കളുടെ പഠനത്തില് ഞാൻ വളരെയധികം മോട്ടിവേഷൻ അവർക്കുണ്ടായി. അതുകൊണ്ടാണ് അവരും ഉന്നത ബിരുദങ്ങൾ നേടി ഈ സ്ഥാനത്തെത്തിയത്. ചെറുപ്പകാലങ്ങളിൽ നമ്മൾ മക്കളെ പഠിപ്പിക്കും, അവരുടെ കാര്യങ്ങൾ ശ്രദ്ധിക്കും. പക്ഷെ എൻ്റെ കാര്യത്തിൽ മറ്റൊരു തരത്തില് ഞാനിപ്പോഴും പഠിച്ചുകൊണ്ടിരിക്കുന്നതുകൊണ്ട് എൻ്റെ പഠനത്തെ പലപ്പോഴും ഫൈനാൻസ് ചെയ്യുന്നതിനും മോട്ടിവേറ്റ് ചെയ്യുന്നതിനും എന്നെ എക്സാം സെന്ററിൽ പലയിടത്തും കൊണ്ടുവിടുന്നതിനുമൊക്കെ എൻ്റെ മകനും മകളും എനിക്ക് ടിക്കറ്റ് ബുക്ക് ചെയ്ത് തരിക, മറ്റു കാര്യങ്ങളിലും ഫൈനാൻസ് ചെയ്യുന്നതിലും ഒക്കെ അവരുടെ പ്രോത്സാഹനവും ഉണ്ടായിരുന്നു. അതുപോലെ ഞാനിരുന്ന പള്ളികളിലും പ്രവർത്തിച്ച മേഖലകളിലും ഒക്കെ എൻ്റെ മോട്ടിവേഷൻ കൊണ്ട് എൻജിനീയേഴ്സ് ആയവരുണ്ട്, ഡോക്ടേഴ്സ് ആയവരുണ്ട്, കോളേജ് പ്രൊഫസേഴ്സ് ആയവരുണ്ട്, നേഴ്സിംഗ് പഠനം പൂർത്തിയായവരുണ്ട്. ലോകത്തിൻ്റെ പല ഭാഗങ്ങളും ഉന്നത നിലയിലെത്തിയവരെ എൻ്റെ എൻകറേജ്മെൻറ്റും പ്രോത്സാഹനം മോട്ടിവേഷനും കൊണ്ടായിട്ടുണ്ട്. ഞാനതിന് പ്രത്യേകം ജീവിതത്തിലുടനീളം ശ്രദ്ധിച്ചിട്ടുണ്ട്. ഇപ്പോഴും ആ ഒരു മനോഭാവമാണുള്ളത്. ഞാൻ എൻ്റെ ടീച്ചിങ്ങിനോടൊപ്പം ഗ്രന്ഥരചനയിലും എനിക്ക് താല്പര്യമുണ്ടായിരുന്നു. പല ഗ്രന്ഥങ്ങൾ എഴുതുവാനും അതുപോലെ നിരവധി ലേഖനങ്ങൾ എഴുതുവാനും എനിക്ക് അവസരങ്ങൾ ലഭിച്ചു. പ്രധാനപ്പെട്ട പുസ്തകങ്ങൾ ഞാൻ പ്രസിദ്ധീകരിച്ചിട്ടുള്ളത് മതമൗലികത അകവും പുറവും DC ബുക്സ് പ്രസിദ്ധീകരിച്ച ഒരു പുസ്തകമുണ്ട്. അതുപോലെ CLS പ്രസിദ്ധീകരിച്ച മാറുന്ന മലയാളി മറന്നുകൂടാത്തതെന്ന് പറഞ്ഞ ഒരു പുസ്തകമുണ്ട്. അതുകൂടാതെ TLC തിയോളജിക്കൽ ലിറ്ററേച്ചർ കമ്മിറ്റി പ്രസിദ്ധീകരിച്ച ഇസ്ലാം ഉദയവും വികാസവും എന്ന് പറഞ്ഞ് ഈ 3 പുസ്തകങ്ങളാണ് പ്രധാനപ്പെട്ട പുസ്തകങ്ങൾ ഞാൻ പ്രസിദ്ധീകരിച്ചിട്ടുള്ളത്. എനിക്ക് ഇപ്പോൾ 71 വയസ്സുണ്ട്. ഈ 71-ാം വയസ്സിലും എനിക്ക് ഇതുപോലുള്ള കാര്യങ്ങളെ ചെയ്യാൻ പറ്റുന്നുണ്ട്. അതുപോലെ ഇനിയും പല കാര്യങ്ങൾ ചെയ്യണമെന്ന് എനിക്ക് ആഗ്രഹമുണ്ട്. ഞാൻ വിചാരിക്കുന്നത് ഇത് വളർന്നു വരുന്ന തലമുറയ്ക്ക് ഇത് ഒരു പ്രചോദനമാകണം, ഒരു മോട്ടിവേഷൻ ആകണം. നമ്മൾ ഏത് ജീവിത സാഹചര്യത്തിലുള്ളവരാണെങ്കിലും നമുക്ക് കഠിനാധ്വാനവും നിശ്ചയദാർഢ്യവും ദൈവാശ്രയവും ഉണ്ടെങ്കിൽ ജീവിതത്തിലെ ഏത്
നിലയിലേക്ക് ഉയരുവാനും നമുക്ക് കഴിയും. ഏത് ഡിഗ്രി എടുക്കുവാനും കഴിയും, ഏത് പ്രൊഫഷനിൽ എത്തിച്ചേരുവാനും നമുക്ക് കഴിയും. അതുകൊണ്ട് പുതിയ തലമുറ അവർക്ക് പഠനത്തിൽ ലഭിക്കുന്ന അവസരങ്ങൾ ഏതെല്ലാം പരിമിതികൾ ജീവിതത്തിലുണ്ടെങ്കിലും, ബുദ്ധിമുട്ടുകൾ ജീവിതത്തിലുണ്ടെങ്കിലും, പ്രതിസന്ധികൾ ജീവിതത്തിലുണ്ടെങ്കിലും അതിനെയൊക്കെ തരണം ചെയ്ത് കഠിനാധ്വാനം ചെയ്ത് അവരുടെ ജീവിത ലക്ഷ്യത്തിൽ എത്തിച്ചേരുവാൻ അവർക്ക് കഴിയട്ടെ എന്നാണ് ഞാൻ ആശംസിക്കുന്നത്.